ഹലോ ഗൈസ്, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ആലപ്പുഴ സബ് രജിസ്ട്രാർ ഓഫീസിലാണ് കേട്ടോ. എന്താണെന്നല്ലേ, എൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യാൻ വന്നതല്ല കേട്ടോ, എൻ്റെ അനിയൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ പെണ്ണ് UK-ലായതുകൊണ്ട് ഇവർക്ക് ഓൺലൈൻ കല്യാണത്തിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് വന്നതാണ് കേട്ടോ. ഓൾറെഡി കല്യാണം നടക്കാൻ വന്നത് ജനുവരി 22 പക്ഷെ നമുക്ക് രജിസ്റ്റർ ചെയ്യണമല്ലോ. അതിന് വേണ്ടിയിട്ട് ആലപ്പുഴയിലെ സബ് രജിസ്ട്രാർ ഓഫീസിൽ വന്ന് മാരേജിന് വേണ്ടി ഞങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോഴാണ് ഞാൻ കുറേ പുതിയ നിയമം കണ്ടത്. എന്തുവാണെന്നല്ലേ, പവർ ഓഫ് അറ്റോർണി വെച്ചിട്ടാണ് ഇതാണ് നമ്മുടെ പെണ്ണ് കേട്ടോ. പെണ്ണ് പവർ ഓഫ് അറ്റോർണി കൊടുത്തിട്ടുണ്ട്. പെണ്ണിന് പകരം സൈൻ ചെയ്യാൻ പോകുന്നത് അമ്മയാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഈ രജിസ്റ്റർ മാരേജ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷനും കൂടെ ഉണ്ടെന്ന് അറിയിക്കാനായിട്ടും കൂടെ ആട്ടോ ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പം ഞങ്ങളെല്ലാവരും സാക്ഷികളൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് കേട്ടോ ഗൈസ്. ചെറുക്കൻ അതിൻ്റേതായ ഒരു ടെൻഷനൊക്കെ കാണുന്നുണ്ട്. ഗൈസ്, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കില്ലേ എന്താ സംഭവം എന്നറിയാവോ? എൻ്റെ പേരും അവളുടെ പേരും ഏഞ്ചൽ എന്ന് തന്നെയാണ്. അവളുടെ പേര് ഏഞ്ചൽ മേരി ജേക്കബ് എന്നും എൻ്റെ പേര് ഏഞ്ചൽ തോമസ് എന്നും. അപ്പോൾ എൻ്റെ അനിയൻ ചിക്കൻ പറഞ്ഞു വന്നപ്പോഴത്തേക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന പേരായതുകൊണ്ട് ഏഞ്ചൽ തോമസ് എന്ന രീതിയിൽ അങ്ങ് പറഞ്ഞു. കുന്നത്തുപറമ്പിൽ വീട്ടിൽ ജേക്കബ് തോമസ്, മകൾ ഏഞ്ചൽ മേരി ജേക്കബ് എന്ന ഞാൻ ഈ നിൽക്കുന്ന തോപ്പിൾ ഹൗസ് വീട്ടിൽ തോമസ് ജോർജ്, മകൻ ജൂൺ ജോർജ് തോമസ് എന്ന ആളെ നിയമാനുസൃത ഭർത്താവായി സ്വീകരിക്കുന്നു. വിവാഹ കർമ്മം ആചരിക്കണം. പ്രത്യേകിച്ച് മാർഗമൊന്നും ഇല്ലാത്ത കുഞ്ഞു അവിടുന്ന് ഹായ് വിട്ടെ. ഇവിടെ മോനെ നീ ഒരു ഹായ് വിട്ടാ. ഇത് നിങ്ങളുടെ വിവാഹ കർമ്മമായിട്ട് അംഗീകരിച്ച് രജിസ്റ്ററിൽ ഒപ്പിടുകയാണേ. ഇനി എല്ലാവരും ഒപ്പിടൽ ചടങ്ങാണ്. ചെക്കൻ്റെ ഭാഗത്ത് ചെക്കൻ ഒപ്പിടുകയാണ് ഗൈസ്. പെണ്ണില്ലാത്തതുകൊണ്ട് പെണ്ണിൻ്റെ അമ്മ പവർ ഓഫ് അറ്റോർണി വെച്ചിട്ടാട്ടോ. പിന്നെ സാക്ഷി 1, സാക്ഷി 2, ഞാൻ രണ്ടാം സാക്ഷി ഞാൻ. അങ്ങനെ ഞാൻ സബ് രജിസ്ട്രാർ ഓഫീസിലും കയറി. അപ്പോൾ അടുത്ത